ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറയാനൊക്കെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുക ഷുഡ് അല്ലേ. പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് പേര് കൂടിയുണ്ട്, ought to, had better. ഇവരൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഒപ്പം ഇത് ഓരോന്നും എപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണണം. എന്നിട്ട് അവസാനം ഞാൻ കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് ആൻസർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഷുഡ്, ought to, had better ഇവർ മൂന്ന് പേരെയും ചേർത്ത് വിളിക്കാറുള്ളത് മോഡൽസ് ഓഫ് അഡ്വൈസ് എന്നാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ ശരിയായ അർത്ഥത്തിൽ ഒരു മോഡൽ വേർബ് ഉള്ളത് ഷുഡ് മാത്രമാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആരോടെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുക ഷുഡായിരിക്കും. അപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ പറയുകയാണ്, നീ നന്നായി പഠിക്കണം. അപ്പോൾ അത് ഇംഗ്ലീഷിൽ വരുന്നത് യു ഷുഡ് സ്റ്റഡി വെൽ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, യു ഷുഡ് കഴിഞ്ഞ് വന്നത് സ്റ്റഡി, ആ വേർബിൻ്റെ ബേസ് ഫോമാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറയുകയാണ്, നിങ്ങൾ കുറച്ചുകൂടി എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ വരും? യു ഷുഡ് ഡു മോർ എക്സസൈസ്. ഇവിടെയും കണ്ടല്ലോ, യു ഷുഡ് കഴിഞ്ഞ് ഡു, ആ വേർബിൻ്റെ റൂട്ട് ഫോം, ബേസ് ഫോമാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? ഷുഡ് ഒരു മോഡൽ വേർബാണ്. മോഡൽ വേർബ്സ് കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന ആ വേർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതായത് ആ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ ഡി അല്ലെങ്കിൽ ING ഒന്നും ചേർന്ന് വരില്ല എന്നർത്ഥം. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസസിലും ഷുഡ് യൂസ് ചെയ്തപ്പോൾ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? നിങ്ങളിങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, ഇതാണ് ഉചിതം എന്നൊരർത്ഥമല്ലേ കിട്ടിയത്. ഇതേ അർത്ഥം കിട്ടാൻ നമുക്ക് ഷുഡിന് പകരം ought to യൂസ് ചെയ്യാം. അപ്പോൾ യു ഷുഡ് സ്റ്റഡി വെൽ പോലെ യു ought to സ്റ്റഡി വെൽ എന്ന് പറയാം. അതുപോലെ യു ought to ഡു മോർ എക്സസൈസ് എന്നും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം കേട്ടോ. ഷുഡിനും ought toനും ഒരേ അർത്ഥമാണെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഷുഡ് മോഡൽ വേർബാണ്, പക്ഷേ ought to ഒരു സെമി മോഡൽ വേർബാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാലോ, ought to എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു പൂർണ്ണമായ മോഡൽ വേർബ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ought to കഴിഞ്ഞിട്ടും വരുന്നത് വേർബിൻ്റെ ബേസ് ഫോമാണ്. അതുകൊണ്ട് അതിനെ ഒരു മോഡൽ വേർബിൻ്റെ ഒരു ഗ്രൂപ്പിൽ പെടുത്തേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ought toനെ സെമി മോഡൽ വേർബ് എന്ന് പറയുന്നത്. പിന്നെ ഷുഡും ought toയും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം, ought to കുറച്ചുകൂടെ ഫോമലാണ്. അപ്പോൾ സാധാരണ സംസാരങ്ങളിൽ, കോൺവെർസേഷൻസിൽ നമ്മൾ കൂടുതലും ഷുഡ് യൂസ് ചെയ്യാനാണ് സാധ്യത. ഇനി ought to ഉപയോഗിച്ച് ഞാൻ കുറച്ചുകൂടി എക്സാമ്പിൾസ് പറയാം. അവൾ സത്യം പറയണം, അതാണ് നല്ലത്. ought to യൂസ് ചെയ്ത് ഷീ ought to tell the truth. ഷീ ought to tell the truth. അയാൾ ശ്രദ്ധിച്ച് കേൾക്കണം. he ought to listen carefully. he ought to listen carefully. ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിൾസിലെല്ലാം നമ്മൾ ഈ ഷുഡും ought toയും യൂസ് ചെയ്തത് വേറൊരാൾക്ക് ഉപദേശം കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാനായിരുന്നല്ലോ. പക്ഷേ ഇതുപോലെ തന്നെ നമ്മളോട് തന്നെ പറയാനും നമുക്ക് ഷുഡ് അല്ലെങ്കിൽ ought to യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിക്കണം. ഐ ഷുഡ് ടേക്ക് ബെറ്റർ കെയർ ഓഫ് മൈ പ്ലാന്റ്സ് എന്ന് പറയാം. ഐ ഷുഡ് ടേക്ക് ബെറ്റർ കെയർ ഓഫ് മൈ പ്ലാന്റ്സ്. ഞാൻ കുറച്ചുകൂടിയൊക്കെ പച്ചക്കറികൾ കഴിക്കണം. ഐ ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്. ഐ ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്. ഇതുപോലെ തന്നെ ought to യൂസ് ചെയ്തും പറയാം. ഐ ought to take better care of my plants. ഐ ought to take better care of my plants. എനിക്ക് വീട്ടിലൊരു നായ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയാണ്, അതിനെ കുറച്ചുകൂടെയൊക്കെ നടക്കാൻ കൊണ്ടുപോകണം, നടത്തിക്കണം. അപ്പോൾ പറയാം, ഐ ought to walk my dog more. ഐ ought to walk my dog more. അതുപോലെ ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഐഡിയൽ, അഭികാമ്യം എന്നുള്ളൊരർത്ഥം കിട്ടാനും നമ്മൾ ought to യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിറ്റിയിൽ കുറച്ചുകൂടെ പാർക്കുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്, ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയും, there ought to be more parks in the city. there ought to be more parks in the city. അതുപോലെ തന്നെ ഒരു കാര്യം ഇങ്ങനെ നടക്കാനാണ് സാധ്യത എന്ന് പറയാനും ആ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് പറയാനും നമ്മൾ ought to യൂസ് ചെയ്യാറുണ്ട്. സെയിൽ ഈ ആഴ്ച തുടങ്ങേണ്ടതാണ്. the sale ought to begin this week. the sale ought to begin this week. അവർ വൈകുന്നേരത്തോടെ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. they ought to be here by evening. they ought to be here by evening. അപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടതാണ് എന്നർത്ഥം കിട്ടാനാണ് they ought to be here എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഷുഡ് യൂസ് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ, അതായത് ഈ പ്രസൻറ്റിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ നീ ഇന്ന് എന്നെ കാണണം എന്ന് പറയാൻ യു ഷുഡ് മീറ്റ് മീ ടുഡേ എന്ന് പറയും. അപ്പോൾ ഇവിടെ ടുഡേ എന്ന് വന്നത് കണ്ടല്ലോ. അപ്പോൾ പ്രസൻറ്റിലെ കാര്യമാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ഭാവിയിൽ, ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ഷുഡ് ഉപയോഗിച്ച് പറയാം. നീ എന്നെ നാളെ കാണണം എന്ന് പറയാൻ യു ഷുഡ് മീറ്റ് മീ ടുമോറോ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ടുമോറോ എന്ന് കണ്ടല്ലോ,
ഫ്യൂച്ചറിലെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഷുഡ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും പാസ്റ്റിലെ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. കാരണം ഷുഡിന് പാസ്റ്റ് ടെൻസ് ഇല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അത് ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് ഒരു റിഗ്രറ്റോടെ പറയാൻ, ഖേദത്തോടെ പറയാൻ നമുക്ക് ഷുഡ് ഹാവ് യൂസ് ചെയ്യാം. ഷുഡ് അല്ല കേട്ടോ, ഷുഡ് ഹാവ്. അപ്പോൾ നീ എന്നെ ഇന്നലെ കാണണമായിരുന്നു എന്ന് പറയാൻ യു ഷുഡ് ഹാവ് മെറ്റ് മീ യെസ്റ്റർഡേ എന്ന് പറയും. അപ്പോൾ അവിടെ യെസ്റ്റർഡേ എന്നാണ് പറഞ്ഞത്, നേരത്തെ ഇന്നലെ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന്. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടല്ലോ, യു ഷുഡ് ഹാവ് കഴിഞ്ഞ് വന്നത് മെറ്റ് ആണ്. ഈ മീറ്റ് എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്, അതാണ് മെറ്റ്. യു ഷുഡ് ഹാവ് മെറ്റ് മീ യെസ്റ്റർഡേ. അപ്പോൾ ഒരു റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഈ ഷുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ 1-2 സെൻറ്റൻസസ് ഇവിടെ പറയാം. നീ നേരത്തെ വരണമായിരുന്നു. യു ഷുഡ് ഹാവ് കം ഏർലി. അവൻ നമ്മളോട് പറയണമായിരുന്നു. ഹീ ഷുഡ് ഹാവ് ടോൾഡ് അസ്. കണ്ട് ഇവിടെ എല്ലാം അതേ ഫോമാണ് വന്നത്, ഷുഡ് ഹാവ് പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഷുഡിനുള്ള ഈ പ്രത്യേകത ഓട്ടോവിനും ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. അതായത് പ്രസൻറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനൊക്കെ നമുക്ക് ഓട്ടോ യൂസ് ചെയ്യാം. അപ്പോൾ നീ അയാളെ സഹായിക്കണം എന്നത് യു ഓട്ട് ടു ഹെൽപ്പ് ഹിം എന്ന് പറയാം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചെയ്യണമെന്നോ ആവാം. പക്ഷേ പാസ്റ്റിലെ കാര്യം ഓട്ട് യൂസ് ചെയ്ത് പറയാൻ പറ്റില്ല. എങ്കിലും ഷുഡ് ഹാവ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഓട്ട് ടു ഹാവ് ഉപയോഗിച്ച് പറയാം. അപ്പോൾ നീ അയാളെ സഹായിക്കണമായിരുന്നു എന്ന് പറയാൻ യു ഓട്ട് ടു ഹാവ് ഹെൽപ്പ് ഹിം എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, പാസ്റ്റിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നാണ്, ഒരു റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഓട്ട് ടു ഹാവ് എന്നാണ് കേട്ടോ യൂസ് ചെയ്യുക. മറ്റൊന്ന്, അയാൾ മാപ്പ് പറയണമായിരുന്നു എന്ന് പറയാൻ ഹി ഓട്ട് ടു ഹാവ് അപ്പോളജൈസ്ഡ് എന്നാണ് പറയുന്നത്. ഹി ഓട്ട് ടു ഹാവ് അപ്പോളജൈസ്ഡ്. ഇനി ഒരാളോട് ഒരു കാര്യം ചെയ്യരുത്, അങ്ങനെ ചെയ്യാത്തതാണ് നല്ലത് എന്നൊരു ഉപദേശം കൊടുക്കാനും നമുക്ക് ഷുഡ് അല്ലെങ്കിൽ ഓട്ട് ടു ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ അപ്പോൾ അവിടെ അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് വരിക അല്ലേ. അപ്പോൾ നീ സമയം പാഴാക്കരുത് എന്ന് പറയാൻ യു ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം എന്ന് വരും. അത് ഷോർട്ടൻ ചെയ്ത് നമ്മൾ യു ഷുഡിൻറ്റ് വേസ്റ്റ് ടൈം എന്ന് പറയും. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മളെപ്പോഴും ഷോർട്ടൻ ഫോം ആയിരിക്കും യൂസ് ചെയ്യുക, യു ഷുഡിൻറ്റ് വേസ്റ്റ് ടൈം. ഇതേപോലെ ഓട്ട് ടു എന്നതും നമുക്ക് നെഗറ്റീവ് ഫോമിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓട്ട് ടു നോട്ട് അല്ല, ഓട്ട് നോട്ട് ടു എന്നാണ് വരിക. അപ്പോൾ നീ സമയം പാഴാക്കരുത് എന്ന് പറയാൻ യു ഓട്ട് നോട്ട് ടു വേസ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ, യു ഓട്ട് നോട്ട് ടു വേസ്റ്റ് ടൈം, യു ഓട്ട് നോട്ട് വേസ്റ്റ് ടൈം എന്നല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ടൻ ചെയ്ത് യു ഓട്ടിൻ ടു വേസ്റ്റ് ടൈം എന്ന് പറയാം, യു ഓട്ടിൻ ടു വേസ്റ്റ് ടൈം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ, ഓട്ട് ടു തന്നെ വളരെ ഫോമലാണ്. അപ്പോൾ ഓട്ടിൻ ടു എന്നൊക്കെ പറയുന്നത് ഒട്ടും നാച്ചുറലായിട്ട് ഫീൽ ചെയ്യില്ല അല്ലേ. അതുകൊണ്ട് ഈ ഓട്ടിൻ ടുവിന് പകരം ഷുഡിൻ ടു തന്നെ യൂസ് ചെയ്താൽ മതി. കാരണം ഓട്ട് ടുവിനും ഷുഡിനും ഒരേ അർത്ഥമാണല്ലോ. അതുകൊണ്ട് ഓട്ടിൻ ടുവിന് പകരം ഷുഡിൻ പറയാം. അപ്പോൾ യു ഷുഡിൻ വേസ്റ്റ് ടൈം എന്ന് പറയുന്നതാണ് കൂടുതൽ സ്വാഭാവികമായിട്ട് തോന്നുക. മറ്റൊരു എക്സാമ്പിൾ, നീ മറ്റുള്ളവരോട് പരുഷമായി സംസാരിക്കരുത്. യു ഓട്ട് നോട്ട് ടു സ്പീക്ക് റൂഡ്ലി ടു അതേഴ്സ് എന്ന് പറയാം. അത് ഷോർട്ടൻ ചെയ്യുമ്പോൾ യു ഓട്ടിൻ ടു സ്പീക്ക് റൂഡ്ലി ടു അതേഴ്സ് എന്നാണ് വരിക. പക്ഷെ അതിലും എളുപ്പം യു ഷുഡിൻ സ്പീക്ക് റൂഡ്ലി ടു അതേഴ്സ് എന്ന് പറയുന്നതാണ്. ഇനി ഈ ഷുഡും ഓട്ടും ഒക്കെ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സെൻറ്റൻസ് നോക്കൂ, ഐ ഷുഡ് ടെൽ മൈ പേരൻസ്. ഞാൻ എൻ്റെ പേരൻസിനോട് പറയണം. ഞാൻ എൻ്റെ പേരൻസിനോട് പറയണോ എന്നെങ്ങനെ ചോദിക്കും? ഷുഡ് ഐ ടെൽ മൈ പേരൻസ് എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ആ സബ്ജക്റ്റ് ഐയും ഷുഡും തമ്മിൽ നമ്മൾ പൊസിഷൻ മാറ്റുകയാണ്. ഐ ഷുഡ് എന്നുള്ളതിന് പകരം ഷുഡ് ഐ എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആയി. അതുപോലെ ഷുഡ് വി കം ടുമോറോ, നാളെ ഞങ്ങൾ വരണോ? ഷുഡ് വി കം ടുമോറോ. മറ്റൊന്ന്, അവർ മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ, കാത്തിരിക്കണോ? ഷുഡ് ദേ വെയിറ്റ് ഫോർ അതേഴ്സ്, ഷുഡ് ദേ വെയിറ്റ് ഫോർ അതേഴ്സ് എന്നാണ് വന്നത്. ഇതുപോലെ ഓട്ട് യൂസ് ചെയ്തും നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. അപ്പോൾ അവൾ മരുന്ന് കഴിക്കണം എന്ന് പറയാൻ ഷീ ഓട്ട് ടു ടേക്ക് മെഡിസിൻ എന്ന് പറയും. അത് സെൻറ്റൻസ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഓട്ട് ഷീ ടു ടേക്ക് മെഡിസിൻ എന്നാണ് ചോദ്യം വരിക. പക്ഷേ ഇതും ഒട്ടും നാച്ചുറലായിട്ട് ഫീൽ ചെയ്യാത്തത് കൊണ്ട് ഈ ചോദ്യം നമുക്ക് ഷുഡ് ഉപയോഗിച്ച് ചോദിക്കാം. ഷുഡ് ഷീ ടേക്ക് മെഡിസിൻ എന്ന് ചോദ്യമാവാം. മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ മുറി ക്ലീൻ ചെയ്യണം. വി ഓട്ട് ടു ക്ലീൻ ദ റൂം. നമ്മൾ മുറി ക്ലീൻ ചെയ്യണോ? ഓട്ട് വി ടു ക്ലീൻ ദ റൂം എന്ന് ചോദിക്കാം. പക്ഷേ അതിലും സ്വാഭാവികം, നാച്ചുറൽ, ഷുഡ് വി ക്ലീൻ ദ റൂം എന്ന് ചോദിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ടാഗ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുമ്പോഴും. ഞാനൊരു സെൻറ്റൻസ് പറയാം, ഐ ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്. ഞാൻ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം. ഇതിനെങ്ങനെയാണ് ഒരു ടാഗ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക? ഷുഡിൻറ്റ് ഐ എന്ന് ചോദിച്ചാൽ പോരെ. ഇനി മറ്റൊന്ന്, അയാൾ കൂടുതൽ വായിക്കണം. ഹി ഷുഡ് റീഡ് മോർ. ക്വസ്റ്റ്യൻ ടാഗ് ഷുഡിൻറ്റ് ഹി
എന്നാണ് വരിക. ഇനി നമുക്ക് ought to യൂസ് ചെയ്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ഞാൻ കൂടുതൽ അധ്വാനിക്കണം. ഇംഗ്ലീഷിൽ I ought to work harder. I ought to work harder. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് വരിക? വേണമെങ്കിൽ നമുക്ക് oughtn't I എന്ന് ചോദിക്കാം. പക്ഷേ അതൊട്ടും നാച്ചുറലായിട്ട് തോന്നാത്തത് കൊണ്ട് നമുക്ക് shouldn't I എന്ന് ചോദിച്ചാൽ മതി. കാരണം ഷുഡിനും ought toനും ഒരേ അർത്ഥമാണ്. അപ്പോൾ oughtn't Iന് പകരം shouldn't I എന്ന് ക്വസ്റ്റ്യൻ ടാഗ് വരും. അങ്ങനെ നമ്മൾ should, ought to ഈ രണ്ട് പേരെയും ശരിയായി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അല്ലേ? ഇനി നമ്മൾ അടുത്ത ആളെ കാണാൻ പോവുകയാണ്, had better. ഇതും ഒരു സെമി മോഡൽ വേർബാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, had better രണ്ട് വാക്കുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പൂർണ്ണമായ അർത്ഥത്തിലൊരു മോഡൽ വേർബ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ had better കഴിഞ്ഞ് വരുന്നത് എപ്പോഴും വേർബിൻ്റെ റൂട്ട് ഫോം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെയും ഒരു മോഡൽ വേർബായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു സെമി മോഡൽ വേർബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹാഡ് ബെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് വെറുതെ ഒരു ഉപദേശം കൊടുക്കാനല്ല, ശക്തമായ രീതിയിൽ ഒരു ഉപദേശം കൊടുക്കാനാണ്. അതായത് ഒരു സ്ട്രോങ് അഡ്വൈസ് കൊടുക്കാനാണ് നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു സിറ്റുവേഷൻ പറയാം. നമ്മുടെ ഫ്രണ്ടിന് സുഖമില്ല, പക്ഷേ കഴിയുന്നതും ഡോക്ടറെ അടുത്ത് പോവാതെ ആൾ കഴിച്ചു കൂട്ടുകയാണ്. അപ്പോൾ നമുക്കറിയാം ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിൽ ഇത് പ്രശ്നമാവും. അപ്പോൾ അവിടെ നമ്മൾ പറയും You had better see a doctor. You had better see a doctor. കണ്ടോ, had better കഴിഞ്ഞ് വന്നത് സി ആണ്. ആ വേർബിൻ്റെ റൂട്ട് ഫോമാണ് വന്നത്. അപ്പോൾ പലർക്കും തോന്നുന്നൊരു കൺഫ്യൂഷൻ അവിടെയാണ്. ഈ ഹാഡ് കാണുന്നതുകൊണ്ട് യു ഹാഡ് ബെറ്റർ സീൻ എ ഡോക്ടർ എന്ന് പറയണമെന്ന് ഒരു സംശയം തോന്നും. അങ്ങനെയല്ല കേട്ടോ, യു ഹാഡ് ബെറ്റർ സീ എ ഡോക്ടർ. പിന്നെ ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇങ്ങനെ യു ഹാഡ് ബെറ്റർ എന്നൊന്നും നമ്മൾ പറയില്ല, യു ഹാഡ് ബെറ്റർ സീ എ ഡോക്ടർ എന്ന് പറയും. അതായത് യു ഹാഡ് എന്നുള്ളത് നമ്മൾ ചുരുക്കിയാണ് പറയുക. അപ്പോൾ കണ്ടല്ലോ, ഈ ഹാഡ് ബെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യണം എന്ന് മൈൽഡായി ഒരു ഉപദേശം കൊടുക്കാനല്ല, ഇത് ചെയ്യണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന ഒരു താക്കീത് പോലെ ഒരു വാർണിംഗ് കൊടുക്കാനാണ്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ജോലി കഴിഞ്ഞ് അയാൾ എന്നെ വിളിക്കണം. ഹി ഹാഡ് ബെറ്റർ കോൾ മീ ആഫ്റ്റർ വർക്ക്. ഹി ഹാഡ് ബെറ്റർ കോൾ മീ ആഫ്റ്റർ വർക്ക്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഷുഡിൻ്റെയും ought toൻ്റെയും എല്ലാം കാര്യത്തിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും ഹാഡ് ബെറ്റർ യൂസ് ചെയ്ത് നമുക്ക് പ്രസൻറ്റിലെ കാര്യങ്ങളെക്കുറിച്ചും ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും പറയാം. ഈ സിറ്റുവേഷൻ ശ്രദ്ധിക്കൂ കേട്ടോ. നേരം ഇരുട്ടാവുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ പുറപ്പെടണം. പുറപ്പെട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? വി ഹാഡ് ബെറ്റർ ലീവ് നൗ, ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. വി ഹാഡ് ബെറ്റർ ലീവ് നൗ. നമ്മൾ പ്രസൻറ്റിലെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഹാഡ് ബെറ്റർ യൂസ് ചെയ്ത് പറഞ്ഞത്. മറ്റൊന്ന്, നാളെ നേരത്തെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ നാളത്തെ കാര്യമാണ് പറയുന്നത്, ഫ്യൂച്ചറിലെ കാര്യമാണ്. ഇതും നമുക്ക് ഹാഡ് ബെറ്റർ യൂസ് ചെയ്ത് പറയാം. അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, വി ഹാഡ് ബെറ്റർ ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ. വി ഹാഡ് ബെറ്റർ ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ. ഫ്യൂച്ചറിലെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഹാഡ് ബെറ്റർ യൂസ് ചെയ്ത് പാസ്റ്റിലെ കാര്യം പറയാൻ സാധിക്കില്ല. അപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു മിസ്റ്റേക്കാണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസസ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. യു ഹാഡ് ബെറ്റർ കോൾ മീ യെസ്റ്റർഡേ എന്ന്. അപ്പോൾ യു ഹാഡ് ബെറ്റർ കോൾഡ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഹാഡ് ബെറ്റർ യൂസ് ചെയ്ത് നമുക്ക് പാസ്റ്റിലെ കാര്യം പറയാൻ സാധിക്കില്ല. ഇനി ഈ ഹാഡ് ബെറ്റർ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. ഒരു കാര്യം ചെയ്യരുത്, അങ്ങനെ ചെയ്യാത്തതാണ് നല്ലത് എന്ന അർത്ഥത്തിൽ ഹാഡ് ബെറ്റർ നോട്ട് എന്ന് പറയാം. അപ്പോൾ അയാൾ വൈകി വരരുത്, വൈകി വരാത്തതാണ് നല്ലത് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഹി ഹാഡ് ബെറ്റർ നോട്ട് കം ലേറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഹി ഹാഡ് ബെറ്റർ നോട്ട് കം ലേറ്റ് ആണ് ഷോർട്ടൻ ചെയ്ത് ഹി ഹാഡ് ബെറ്റർ നോട്ട് കം ലേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊന്ന്, എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഇന്ന് പുറത്ത് പോവണ്ട. അപ്പോൾ അവിടെ ഞാൻ പറയാം ഐ ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഔട്ട് ടുഡേ എന്നാണ്. കാരണം ഐ എം സിക്ക്. ഐ ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഔട്ട് ടുഡേ. ഹാഡ് ബെറ്റർ വരുമ്പോൾ ക്വസ്റ്റ്യൻസും ഫോം ചെയ്യാൻ സാധിക്കും. ഞാനൊരു സെൻറ്റൻസ് പറയാം. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുട എടുക്കണം. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെയാണ് വരിക, ഐ ഹാഡ് ബെറ്റർ ടേക്ക് എൻ അംബ്രല്ല. ഇവിടെ ചോദ്യം എങ്ങനെ വരും? ഹാഡ് ഐ ബെറ്റർ ടേക്ക് എൻ അംബ്രല്ല? ഞാൻ കുട എടുക്കണോ? ഹാഡ് ഐ ബെറ്റർ ടേക്ക് എൻ അംബ്രല്ല എന്നാണ് വരുന്നത്. കണ്ടോ, അവിടെ ആ ഐ ഹാഡ് എന്നുള്ളത് നമ്മൾ തിരിച്ചിട്ടു, ചോദ്യമായി. വേറെ ഒരെണ്ണം, അവനോട് നമ്മൾ സംസാരിക്കണോ? ഹാഡ് വി ബെറ്റർ സ്പീക്ക് ടു ഹിം? ഹാഡ് വി ബെറ്റർ സ്പീക്ക് ടു ഹിം എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നത്. ഹാഡ് ബെറ്റർ വരുമ്പോൾ ടാഗ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ്. സെൻറ്റൻസ് നോക്കൂ, അയാൾ സമയത്ത് വരണം. ഹി ഹാഡ് ബെറ്റർ അറൈവ് ഓൺ ടൈം. അപ്പോൾ കണ്ടല്ലോ, ഹി ഹാഡ് ബെറ്റർ അറൈവ് ഓൺ ടൈം എന്നല്ലേ സെൻറ്റൻസ് വന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരും? ഹാഡിൻ ഹി എന്നാണ് ചോദിക്കുക. അപ്പോൾ സെൻറ്റൻസിൽ ഹി ഹാഡ് എന്നായിരുന്നു, ക്വസ്റ്റ്യൻ ടാഗ് വന്നത് ഹാഡിൻ ഹി എന്നാണ്. മറ്റൊരെണ്ണം കാണിക്കാം. അയാൾ ഇന്ന് വരണ്ട. ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് എങ്ങനെ പറയും? ഹി ഹാഡ് ബെറ്റർ നോട്ട് കം ടുഡേ അല്ലേ? ഹി ഹാഡ് ബെറ്റർ നോട്ട് കം ടുഡേ. നെഗറ്റീവാണ് സെൻറ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരും? ഹാഡ് ഹി എന്നാണ് വരിക. കാരണം സെൻറ്റൻസിൽ
ഹി ഹാഡ് ബെറ്റർ നോട്ട് നെഗറ്റീവ് വന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഹാഡ് ഹി എന്നാണ് വരുന്നത്. അങ്ങനെ നമ്മൾ മോഡൽസ് ഓഫ് അഡ്വൈസിനെ പറ്റി വിശദമായി മനസ്സിലാക്കി. ഇതിനെ ബേസ് ചെയ്ത് ഞാൻ വെറും 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു സ്പേസ് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഉദ്ദേശിക്കുന്നത് ഇതാണ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത്, അത് കഴിക്കാതിരിക്കരുത് എന്നാണ് അർത്ഥം വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ. ought to not, ought not to, ought to. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചൂസ് ചെയ്യൂ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ലാപ്ടോപ്പ് ഇവിടെ ഇട്ടിട്ട് പോരുത്, അതാരെങ്കിലും മോഷ്ടിച്ചേക്കാം. യു സ്പേസ് യുവർ ലാപ്ടോപ്പ് ഹിയർ, somebody might steal it. ഓപ്ഷൻസ് had better leave, had better not leave, had better left. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അധികം താമസിയാതെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. ബൈ.